ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിലാണ്. ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. നീ ഒരു കാര്യം ചെയ്യ്, നീ താഴ്വാരത്ത് പോകുമ്പോഴേ ജസ്റ്റ് അവിടുത്തെ ചേട്ടന്മാരോട് ചോദിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കോഴിത്തരം കണ്ടിട്ടുണ്ട് ഇല്ലേ? നമ്മളെല്ലാവരും കോഴിത്തരം, അത് പയ്യന്മാരായാലും കോഴിത്തരം കാണിക്കാറുണ്ട്, പെമ്പിള്ളാരായാലും കോഴിത്തരങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷെ ഡാഡി ഇല്ലാത്ത പരിപാടി കാണിക്കില്ല. മൾട്ടിപ്പിൾ എന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ട്രയാങ്കിൾ ഡാഡിയുടെ സ്വഭാവം കാണിക്കരുത്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ന് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വരുന്ന ഒരു കേസാണ് ഈ പറയുന്ന പല നാറുകളുടെയും മെസ്സേജും അല്ലെങ്കിൽ കൂടെ കിടക്കാൻ വിളിക്കുന്ന, കിടക്ക പങ്കിടാൻ വേണ്ടി വിളിക്കുന്ന പല അനുഭവങ്ങളും. ഞാൻ പ്രീവിയസ്ലി തന്നെ ഒരു ഓൺലൈനിൽ ഒരു പർച്ചേസ് വാങ്ങിയ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഇന്ന് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട്. പ്രീവിയസ്ലി വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരേണ്ട. ഓൺലൈനിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഡ്രസ്സ് ഓർഡർ ചെയ്ത കുട്ടിക്ക് വന്നിട്ടുള്ള ഒരു അനുഭവം. ഇതാ മറ്റൊരാൾ, ഒരു കുട്ടി, അത് ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ള ഒരു കുട്ടിക്ക് ഒരു പ്രൊമോഷൻ ഇങ്ങോട്ട് വരെയാണ്. പ്രൊമോഷൻ വന്നതിന് ശേഷം ആ കുട്ടിയോട് പറയുകയാണ്, നല്ല അന്തസ്സായിട്ട് കൂടെ പണ്ണുവന്നു. ഇതാണ് അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും അതിനുശേഷം ആ ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ കുട്ടി ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ട് ആ കൊച്ചിനുണ്ടായിട്ടുള്ള അവസ്ഥ നിങ്ങളൊന്ന് കാണേണ്ട അവസ്ഥയാണ്. ഞാൻ എന്തായാലും ആ കൊച്ചു കേസ് കൊടുത്തുമായി റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കണം. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിലാണ്. ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊമോഷൻ വന്നു, ഒരു ക്രീമിൻ്റെ ഒരു പ്രൊമോഷൻ. അയാൾ ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞ് സ്മോക്ക് ഒഫീഷ്യൽ വൈറ്റ് ഒഫീഷ്യൽ അവൻ്റെ അക്കൗണ്ട് ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുക, ഫോൺ നമ്പർ ഞാൻ കൊടുക്കാമെന്ന് അറിയത്. അപ്പോഴത്തേക്കും ഇയാൾ എന്നോട് പറഞ്ഞത് ഒരു നൈറ്റ് കിടക്കാൻ വരും, എത്ര രൂപ വേണം തരാമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ തെറി കൊടുത്തു. എന്നോട് കിടക്കാൻ പോവാ, സെക്സ് ചെയ്യാൻ പോവാ, അത് ഇത്. എനിക്ക് അത്രയും ആദ്യമൊക്കെ മാന്യമായ സംസ്ഥാന അയാളോട് ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെയാണ് പ്രൊമോഷൻ കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത്രയും ദിവസം ഞാൻ കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ നടക്കുന്ന കുറേ മഴയുടെ അവനെ ഒന്ന് വിളിക്കുക, അവരുടെ ലൊക്കേഷൻ, അത് ഇത് എല്ലാവരോടും ഞാൻ പറഞ്ഞു. ആർക്കും ഇതൊക്കെ ഇതൊക്കെ വെറുതെ വിട്, ഇതൊക്കെ ഇങ്ങനെ വരുന്നേ ഇല്ലെന്ന്. എനിക്ക് കുഞ്ഞിലെ തൊട്ട്, നിങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് 18 വയസ്സ് തൊട്ട് ജോലിക്ക് പോകുന്ന സമയം തൊട്ട് ഓരോരുത്തന്മാരിങ്ങനെ കിടക്കാൻ വിളിക്കുന്നതാണ് നമ്മളെയൊക്കെ. അന്നും ഞാൻ റിയാക്ട് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. എനിക്കിത് ആദ്യത്തെ പണമെന്ന് വരും. ഞാൻ പാരൻസ് സപ്പോർട്ട് ഇല്ലാതാണ് വളർന്ന് ഇതുവരെ, ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പഠിച്ചാണ് ഇതുവരെ ഞാൻ എത്തിയത്. എനിക്ക് ആരടുത്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോൾ കേസ് കൊടുത്ത് ഞാൻ എന്തായാലും അവൻ എന്തായാലും എനിക്ക് പിടിച്ച് എനിക്ക് എൻ്റെ മാനസിക നില തെറ്റിയായിരിക്കണം. സ്റ്റേഷനിൽ നിന്ന് പറയാം കൗൺസിലിങ്ങിന് പോകാൻ എന്നോട് പറയുന്നു. മെസ്സേജസ് അല്ലേ വന്നിക്കുന്നേ. ഇത് കേസ് ഞാൻ ആദ്യം ഒരു സ്റ്റേഷനിൽ പോയി, ഉണ്ടാകാൻ വേറെ സ്റ്റേഷനിൽ വന്നു. ഇത് എങ്ങനെയെങ്കിലും കേസ് ഫയൽ ചെയ്തേ പറ്റൂ. എനിക്ക് അത്രയും ഹറാസ്മെന്റ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. എത്രയും നമ്മൾ പിടിച്ച് നിൽക്കുമെന്ന് എനിക്ക് ഡെയിലി ഇങ്ങനെയൊക്കെ മെസ്സേജ് ഓരോരുത്തന്മാരായി. ഈ കുട്ടിയെ ഞാൻ നേരത്തെ വീഡിയോ ക്ലിപ്പ് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പ്യാറോ എന്ന് പറയുന്ന അദ്വൈതം കണ്ടാണെന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ട് ബിനോയ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ കുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ആ കേസുമായി റിലേറ്റ് ചെയ്തിട്ട്. ഈ കുട്ടി ഒരു പ്രൊമോഷൻ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് വന്ന സാധനമാണ് കൂടെ കിടക്കാൻ വരുമോ. പ്രൊമോഷൻ വന്നതാ. ആ അക്കൗണ്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്, സ്മോക്കി വൈറ്റ് ഒഫീഷ്യൽ. കേസ് ഫയൽ ആക്കിയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ സഹിച്ചും ക്ഷമിച്ചും പോയി. ഇന്നലെ നൈറ്റ് സൂയിസൈഡ് ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു. ഫ്രണ്ട്സ് ചൈൽഡ്ഹുഡ് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് ഇതൊക്കെ. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനത്തെ ഒരു തീരുമാനമേ കുട്ടി എടുത്തത് വളരെ റോങ് ആണ്. വേറൊന്നും കൊണ്ടല്ല, ഇത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ പല സാധനങ്ങളും വരും. അതിന് നിയമപരമായി നമുക്ക് പോരാടാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം പോരാടുക. നമുക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കാൻ പറ്റുന്നതിന് കുറുക്കി കൊടുക്കുന്ന മറുപടി ഞാൻ കൊടുക്കണം. ഈ കുട്ടിയുടെ അടുത്ത് അവൻ മോശമായി പെരുമാറിയപ്പോൾ നീ പറയണമായിരുന്നു, നിന്റെ അമ്മയെ വിളിക്കൂ, നിന്റെ അമ്മയോ നിന്റെ പെങ്ങളെയോ നീ വിളി എന്ന് നീ നല്ല അന്തസ്സായിട്ട് നിവർന്ന് മറുപടി കൊടുക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ മെസ്സേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിയമപരമായി പോയിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സൈബർ ക്രൈമിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ കുട്ടിക്ക് കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ കുട്ടിക്ക് മാത്രമല്ല, ഏതൊരു കുട്ടിക്കും കഴിയുന്ന ഒരു കാര്യമുണ്ട്. കുറുക്കി കൊള്ളുന്ന മറുപടി കൊടുക്കാൻ പറ്റും, അത് കൊടുക്കുക. അവന്റെ വിളിക്കേണ്ടവരെയൊക്കെ മുത്തിക്ക് അടക്കം വിളിക്കുക. തെറി വിളിക്കാത്ത കുട്ടിയാണെന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കേണ്ട, വിളിക്കേണ്ടതെങ്കിൽ വിളിക്കുക. അതേ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ ഇവനൊക്കെ ഇതുപോലത്തെ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശിക്ഷയും കിട്ടത്തില്ല. ഇവിടെ ഇങ്ങനെയാ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കൂടെ ഒരു സുഹൃത്തുക്കൾ പോലും നിൽക്കാനില്ലാത്ത ഒരു അവസ്ഥയെന്ന് കേട്ടപ്പോൾ എനിക്ക് തന്നെ സീരിയസിൽ എനിക്ക് വിഷമം വന്നു. കുട്ടിക്ക് അവസ്ഥ എടാ, സുഹൃത്തുക്കളായിട്ടുള്ള ആരെങ്കിലും ആണായാലും പെണ്ണായാലും കറങ്ങാനും പൈസ ചെലവാക്കാനും മാത്രം നിന്നാ പോരാ. ഒരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കണം. അതാണ് ഏറ്റവും നല്ലൊരു സുഹൃത്തെന്ന് പറയുന്നത്. ഈ കുട്ടി ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ മാനസികമായിട്ട് തളർന്ന് നിൽക്കുമ്പോൾ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കിടന്ന് മാറി ഒളിഞ്ഞു തിരിഞ്ഞു പോകുകയല്ല ചെയ്യേണ്ട.
പിന്നെ എന്താണ് സുഹൃത്തെന്ന് പറയുന്നതിൽ അർത്ഥം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പുച്ഛ കാര്യം ഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നതെന്ന് പറയുന്നത്. ഞാൻ ഈ റീൽസൊക്കെ ഇടുന്നതിന് മുമ്പ് പണ്ട് ജോലിക്ക് പോയ സമയത്തും ഇതിനപ്പുറം ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ചൈൽഡ്ഹുഡിൽ നടന്ന കുറേ കാര്യമുണ്ട്. ഡ്രസ്സ് വെച്ചാലാവുന്ന എനിക്ക് ആർക്കും ഇതിൽ വന്ന് പറയാനും എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി, ഞാൻ ഇതെല്ലാം എൻ്റെ മൈൻഡിൽ ഒതുക്കി ഞാൻ ജീവിച്ച ഒരാളാണ്. പണ്ട് മുതലേ ഇങ്ങനത്തെ ഡ്രസ്സിന്റെ കേസിൽ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഉള്ളിൽ ഒതുക്കി വിഷമിച്ച് ഇത്രയും ഇതായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ കുട്ടി. ഇത് സോഷ്യൽ മീഡിയയാണ്. ഇവിടെ നെഗറ്റിവിറ്റി ഉറപ്പായിട്ട് വരും. എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് പൊങ്കാലകൾ വരാറുണ്ട്, ഏറെ കയറ്റി വിടാറുണ്ട്. നമ്മൾ ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിവുണ്ടെങ്കിൽ മാത്രം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കരുത്. സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവണം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവണം, അല്ലെങ്കിൽ 10 ആൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു പ്രാവശ്യമെങ്കിലും നേരിടേണ്ടി വന്നിരിക്കും. അതിൽ വേറെ ഒരു മാറ്റവും. സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കുത്തക സ്വത്ത് പോലെ നമ്മളങ്ങ് ആക്കി വെച്ചോണം. അത് കേൾക്കാനും കാണാനും സഹിക്കാനും അതിനെ പോരാടാനും ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. അല്ലെങ്കിൽ ദയവ് ചെയ്ത് ലീവ് ഇറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു പ്രൊമോഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് വന്നതുമാണ്. അതേ തുടർന്ന് കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവനെയൊക്കെ സത്യം പറഞ്ഞ നിയമത്തിന്റെ മുന്നിൽ ഇട്ടുകൊടുത്താൽ വലിയ ഇതൊന്നും നേരിടേണ്ടി വരും തോന്നുന്നില്ല. പക്ഷേ നാട്ടുകാർക്ക് പെരുമാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ ഇവന്റെ അമ്മുമ്മയുടെ കാലത്ത് പിന്നെ ഇമാതിരി പരിപാടിക്ക് നിൽക്കത്തില്ല. നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ് നമ്മുടെ ഇൻബോക്സ് എന്ന് പറയുന്ന സാധനം. അവിടെ വന്നിട്ട് ഒരുത്താൻ മോശമായി നമ്മളടുത്ത് പെരുമാറി അവന് നല്ല പോലെ വിളിച്ചിറക്കാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട്. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്നെയൊക്കെ വന്ന് എത്രയോ മാറി ചീത്ത വിളിക്കണവർക്കൊക്കെ നല്ല പോലെ ഞാൻ വിളിച്ചിറക്കി കൊടുക്കും. അല്ലാണ്ട് ഈ നമ്മുടെ കമന്റ് ബോക്സിലൊന്നും ഞാൻ വിളിക്കാറില്ല. പേഴ്സണൽ സ്പേസിൽ അവിടെ വന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ച് നല്ല മറുപടി കൊടുക്കണോടോ കൊച്ചേ. ഇവൻ ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇങ്ങനെ മോശമായി ഇവൻ ചോദിക്കാൻ ഇവൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടി അവനെ ചീത്ത വിളിക്കുന്നതിൽ ഒരു തെറ്റില്ല. കുട്ടി എന്നല്ല ഏതൊരു കുട്ടി ഇങ്ങനത്തെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ തിരിച്ച് തെറി വിളിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് വിളിച്ചോ, 110%. ഇനി V3 സ്ട്രോക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഈ കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കമന്റ് അല്ല, മെസ്സേജ്. ഞാനിട്ട കമന്റ് ഡിലീറ്റ് ചെയ്യുന്നു. ടൈമിൽ ഞാൻ ഇത് പറയാൻ പാടില്ലായിരുന്നു, സോറി, ഞാൻ ഡിലീറ്റ് ആക്കുന്നു. ഇതൊക്കെ സൈബർ ബുള്ളിങ് കേസ് ഫയൽ ചെയ്യും നാളെ. ഇതുവരെ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടില്ല, നാളെ കയറാം, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഏഞ്ചൽ ബേബിനെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിനക്ക് കമന്റ് ഇടാൻ നീ കാണിച്ച നിന്റെ പരിപാടി നീ പിന്നെ കേസ് വരുമ്പോഴും നേരിടാൻ നീ തയ്യാറാവണം. കേട്ടറ സ്ട്രോക്കറേ. എന്തായാലും അടുത്ത ബാക്കിയാണ്. ഇനി വേറൊരുത്തന്റെ വോയിസ് ഒക്കെ ഉണ്ട്, ഇപ്പൊ കേൾപ്പിച്ചില്ല. അപ്പോൾ ഞാൻ ഇന്ന് ട്വീറ്റ് ചെയ്താലും അതിശയമൊന്നുമില്ല എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, പ്ലീസ് സേവ് ദ സ്ക്രീൻഷോട്ട്. ആ കുട്ടിക്ക് വന്നിട്ടുള്ള കമന്റ് ആണ്, ട്വീറ്റ് ചെയ്തില്ലെങ്കിൽ അതിശയമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ നാറി ആ കൊച്ചിനയച്ച കമന്റാ. നിങ്ങൾ കണ്ടോണം. യവനൊക്കെ ഏത് ഇടയെന്ന് വന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അവൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നീ താഴ്വാരത്ത് പോകുമ്പോഴേ ജസ്റ്റ് അവിടുത്തെ ചേട്ടന്മാരോട് ചോദിക്കും. കഴിഞ്ഞ വർഷം നവംബർ 6-ാം തീയതി വെളുപ്പിന് അവിടെ ഒരു 15 സംഘം ആൾക്കാർ വന്ന് അടി പൊട്ടിച്ചോ ഇല്ലയോ എന്ന് നീ ചോദിക്കും. കേട്ടോ, നിന്നെ താങ്ങി നിന്റെ പ്രശ്നം. മോളെ, നിന്നോട് ഞാൻ പറഞ്ഞ തെറി വിളിക്കരുതെന്ന്. നീ എന്നെ സ്റ്റേഷനിൽ കയറ്റിയോ, കുഴപ്പമില്ല. ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന ടൈം നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. കേട്ടോ, ഈ സ്റ്റേഷനിൽ എന്നെ കയറ്റിക്കോ, കുഴപ്പമില്ല. എനിക്ക് എത്ര ഇടി കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഇടി കൊണ്ട് കിടന്നാലും കുഴപ്പമില്ല. ഞാൻ എണ്ണിക്കുന്ന ദിവസം ഞാൻ വരും. കേട്ടോ, ഉള്ള പണി ഞാൻ തരുന്നുണ്ട്. കേട്ടോ, നമുക്ക് നേരിട്ട് കേൾക്കാം. നിനക്ക് വിളിക്കാവുന്ന ആമ്പിള്ളേരെ നീ വിളിച്ചോണ്ട് വാ. കേട്ടോ, എന്തുവാടേ ഇത്? ഒരു പെണ്ണിന് പോയിട്ട് അയക്കുന്ന മെസ്സേജാ ഒരുത്തായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവസ്ഥ ആലോചിച്ച് നോക്ക്. ആ പെണ്ണിന്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ. അയ്യോ, ഇത്രയും വലിയ ഗുണ്ടയാണോ കമന്റ്സ് ഡിലീറ്റ് ആക്കിയുണ്ട്, പോസ്റ്റ് അർച്ചീവ് ആക്കിയത് മികച്ച ഒരു തന്നെ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു തന്നെ അവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്, ഒരു പെൺകുട്ടി കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? മലയാളികളായ കുറെ നാറുകൾ, വാപ്പിളികൾ, കുറെ കണ്ണാപ്പികൾ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ നിങ്ങളൊന്ന് നോക്ക്. ഇവന്റെയൊക്കെ വീട്ടിലും ഇല്ല ആരും. ഏതെങ്കിലും പെമ്പിള്ളാരുടെ അടുത്ത് പോയിട്ട് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുക, ഇതൊക്കെ എന്തുവാടെ? ഇവന്മാരെ കുത്തക സ്വത്തായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ? എന്തായാലും ഈ കുട്ടി അതിനുശേഷം ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് കൊടുക്കാം. കുറേ മെസ്സേജ് ചെയ്തിരുന്നു, ഓക്കെയാണോ, ഓക്കെ ആയിട്ടിരിക്കുകയല്ലേ, ഓക്കെയാണ്, കണ്ട മേക്കപ്പ് ഒക്കെ ഇടിക്കുന്നുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് വന്നത് ഒരു വർക്കിൻ്റെ കാര്യത്തിന്.
പോയിട്ട് വന്ന് ഓക്കെയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. സങ്കടം വരുമ്പോൾ കരയും. ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ ആണെന്ന് പറയും, ഓക്കെ എല്ലാം ചോദിച്ചാൽ ഓക്കെ അല്ലാന്ന് പറയും. ഓക്കെ ആണോ അതിനെ വിളിച്ച് വെച്ചാൽ ഞാൻ അപ്പം കരയാം. ഞാൻ ആടെ കോൾ കൊടുക്കത്തത്, മെസ്സേജ് റിപ്ലൈ കൊടുക്കത്തത്. എൻ്റെ വിഷമങ്ങൾ എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. നമുക്കിങ്ങനെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു മെസ്സേജിൻ്റെ കമൻസിൻ്റെ അങ്ങനെ അതൊന്നുമല്ല. പേഴ്സണലി കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ എന്തുവാ, യൂട്യൂബിൽ കുറേ എന്നെ എടുത്തിട്ട് ഏഞ്ചൽ ചെയ്യാൻ പോകുന്നത്. അയ്യോ, അവനൊക്കെ എന്നെ യൂട്യൂബിലിട്ട് ആൾക്കാരെന്നെ കൊന്നി ചത്തു എന്ന് വരെ ഇട്ടിട്ടുണ്ട്. അങ്ങനൊരു സംഭവമൊന്നുമില്ല. എനിക്ക് ഇവിടെ പോകുന്നെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് തോന്നും, മനുഷ്യരല്ലേ, അത് എനിക്ക് മാത്രം. എൻ്റെ മൈൻഡ്, ഞാൻ അനുഭവിക്കുന്ന പ്രഷറും എൻ്റെ ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏതൊരു കുട്ടിയൊക്കെ നേരത്തെ ചത്തുപോയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഇതുവരെ ഇങ്ങനെ പിടിച്ചു നിന്ന്, അത്രേ ഉള്ളൂ. പിന്നെ അതെനിക്ക് ആർക്കും പറഞ്ഞറിയിക്കേണ്ടതായിരുന്നു. ഞാൻ മാക്സിമം എല്ലാവർക്കും ചിരിച്ചുകൊണ്ടേ ഞാൻ നിൽക്കത്തുള്ളൂ, ഒറ്റയ്ക്കിരിക്കാൻ മാത്രമേ കരയത്തുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്തുവാ, എല്ലാവരും ഇങ്ങനെ കമൻറ്റും മെസ്സേജും എന്തുവാ നോട്ടിഫിക്കേഷൻ കാണുന്നത്. നിനക്ക് കുറേ റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും സ്റ്റോറി ഇടാനും അടിച്ചു പൊളിക്കാനും കുറേ ബോയ്സ് ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് ആൾക്കാരോട് മാത്രമേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. എന്നെ ഇത് അറിഞ്ഞിട്ട് കുറേ എന്നെ വിളിച്ച് ഫ്രണ്ട്സും ഉണ്ട്. നീ നമ്മുടെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ട്രിവാൻഡ്രത്ത് സീരിയസ്ലി ഞാൻ പറഞ്ഞ, ട്രിവാൻഡ്രത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഓടി വരുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ കൊച്ചി വന്ന സമയത്ത് കൊച്ചിയിൽ പരിചയപ്പെട്ട ഫ്രണ്ട്സ് അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ തിങ്ക് ചെയ്തു. ബട്ട് എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെയല്ല. പിന്നെ എന്തോ കൂടെ നടക്കുന്ന ഒരാൾ എന്നെ എല്ലാത്തിനും കൂടെ കാണുന്ന വിചാരിച്ച ആളും ഭയങ്കര സില്ലിയായിട്ട് എടുത്തു. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ആൾക്ക് മനസ്സിലായില്ല. ആളെന്നെ കുറച്ചുകൂടി ഇറിറ്റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഞാൻ സെറ്റാക്കാമെന്ന് പറഞ്ഞല്ലാതെ ഒന്നും എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ എൻ്റെ മുമ്പ് കുറന്ന് കാണിക്കുന്നതല്ലാതെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടി ഇതാക്കാൻ നോക്കിയുള്ളൂ. പിന്നെ ഞാൻ ഈ ഫ്രണ്ട്സിനോട് പോകുന്നു വെച്ചാൽ എൻ്റെ മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെയും പോകും ഫ്രണ്ട്സിനോട് വിളിക്കുമ്പോഴത്തേക്കും കറങ്ങാനും ചിരിക്കും. കാരണം എൻ്റെ മൈൻഡ് ഓക്കെ ആവാൻ വേണ്ടിയാണ്, അല്ലാതെ ഇവരുടെ കൂടെ കാണുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഒരു ആപത്ത് വരുമ്പോൾ കൂടെ ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്താന്ന് പറഞ്ഞടേ, എനിക്ക് അതിലൊന്നും പറയാനില്ല. പിന്നെ വാട്ട് എവർ ഇറ്റ് ഈസ് എന്നേ എനിക്ക് ഫസ്റ്റും ലാസ്റ്റുമായിട്ട് പറയാനുള്ളൂ. ഈ നാറികളായ കുറേ ഞരമ്പ് രോഗികളുണ്ട്. യോമാർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഇടിയുടെ കുറവാണ്, വേറെ മാറ്റമൊന്നുമില്ല. നല്ല ഒന്നാം തരം ഇടികൾ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ട സ്ഥലങ്ങളിൽ കിട്ടണം. അപ്പോൾ യോമാർക്ക് കുറച്ചൊക്കെ ഒന്ന് ഓക്കെയാണ്. അല്ലാണ്ട് യോമാരൊന്നും ഒരു കാലത്തും നന്നാവത്തില്ല. ഒരു പെൺകുട്ടി ഇത് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ നേരിടേണ്ട ഒരു സിറ്റുവേഷൻ ഇടായി. പക്ഷെ എൻ്റെ കഷ്ടോടെ കുട്ടി ഒരു ആങ്കറും കാര്യങ്ങളാണ്. പിന്നെ ഈ ചുയിച്ചാട എന്ന് പറയുന്ന തീരുമാനത്തിലോട്ടൊന്നും ചിന്തിക്കുക പോലും ചെയ്യില്ല എൻ്റെ പൊന്നുമോളെ. ഞാൻ ഉള്ള കാര്യം പറയാം, സോഷ്യൽ മീഡിയയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും. അത് നമ്മൾ തരണം ചെയ്യുക, അത് നമ്മുടേതായ മാക്സിമം എഫർട്ട് ഇട്ട് നമ്മൾ മുന്നോട്ട് പോവുക. മറുപടി കൊടുക്കേണ്ട സ്ഥലത്ത് മറുപടി തന്നെ കൊടുക്കുക. അല്ലാതെ അത് ഈ സൈബർ അറ്റാക്കും കുറേ ചീത്തവിളിയും കണ്ട് തളർന്ന് തരിപ്പണാകേണ്ടതല്ല നമ്മുടെ ഒരു ജീവിതം. ഇതൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഇതിനൊന്നും കേൾക്കാനും കൊള്ളാനും ഒരു മനോബലമില്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. സാധാരണ എവിടെയെങ്കിലും മര്യാദയ്ക്ക് ഒതുങ്ങി കൂടി ജീവിച്ചു പോകും. എനിക്കതേ പറയാനുള്ളൂ. എന്നാലും പെമ്പിള്ളേർ സ്ട്രോങ് ആയിരിക്കുക. ഇതുപോലത്തെ നാറികളുണ്ടാവും. നമുക്ക് നിയമത്തിൻ്റെ വഴികളിൽ പോകുമ്പോൾ ചിലപ്പോൾ നീതി കിട്ടിയില്ലെങ്കിൽ കൂടെ നമ്മളാൽ നമുക്ക് കഴിയുന്ന പോലെ മറുപടികൾ കൊടുക്കാൻ നമ്മൾ പഠിക്കുക. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നാറികൾ ഇനിയും ഉണ്ടാവും. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്.